നമസ്കാരം. ഇത് നമ്മുടെ 41ാമത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഹാൻഡ് എംബ്രോയ്ഡറി തുടങ്ങിയതിന് ശേഷം 40ഓളം സ്റ്റിച്ചുകൾ നമ്മൾ പരിചയപ്പെട്ടു എന്നർത്ഥം. സ്റ്റിച്ചിങ് പഠിക്കുന്ന ഓരോരുത്തർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സ്റ്റിച്ചാണ് കടായി സ്റ്റിച്ച് കേട്ടോ. ഒട്ടും ആയാസമില്ലാതെ ഫ്ലവർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റിച്ചാണ് കടായി ഫ്ലവർ സ്റ്റിച്ച്. ഇപ്പം നമ്മൾ അതിന് മുമ്പ് ഇവിടെ ചെയ്യുന്നത് കുറച്ച് സ്റ്റെമ്മ് ചെയ്യുന്നുണ്ട്. ഫെദർ സ്റ്റിച്ചിലാട്ടോ നമ്മൾ അധികം പരിചയപ്പെടാത്തൊരു സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. ഫെദർ സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം ഫെദർ സ്റ്റിച്ച് 2-3 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഡിസൈൻ ചെയ്ത് തീർക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച് കേട്ടോ. വെരി വെരി ഈസി സ്റ്റിച്ച്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം കഴിയാറായിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കൂടെ സ്റ്റെമ്മ് വരച്ചിട്ടുണ്ട്. നമുക്കതും കൂടെ ചെയ്യാം കേട്ടോ. നമ്മൾ പഠിച്ച ക്രറ്റൻ സ്റ്റിച്ച്, ഫ്ലൈ സ്റ്റിച്ച് എന്നൊക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതെല്ലാം തന്നെ ക്രറ്റൻ സ്റ്റിച്ച് ആവട്ടെ, ഫ്ലൈ സ്റ്റിച്ച് ആവട്ടെ, ഫെദർ സ്റ്റിച്ച് ആവട്ടെ, എല്ലാം ഒരേ കുടുംബക്കാരന്. വേറൊരെണ്ണുണ്ട് ഫേൺ സ്റ്റിച്ച്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളെടുത്ത ഈ നൂലെല്ലാം തന്നെ 6-7 നൂലിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. ഇനി ഞാനതിൽ ഫ്രഞ്ച് നോട്ട് ഇടുകയാണ്. ഫ്രഞ്ച് നോട്ടൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റെമ്മിൽ ഇനി നമ്മൾ കുറച്ച് ലീഫിൻ്റെ ഡിസൈനാണ് ചെയ്യണത്. അപ്പം നമ്മുടെ ലീഫിൻ്റെ ഡിസൈനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവറിലേക്ക് കിടക്കാം കേട്ടോ. ഇത് ഫ്ലവറിൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക സ്ട്രെയിറ്റ് സ്റ്റിച്ചുകളാണ്. അതിന് എണ്ണത്തിന് കണക്കൊന്നുമില്ല. 3, 4, 5 എത്ര എണ്ണമാണെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടു, ഓരോ സ്ട്രെയിറ്റ് സ്റ്റിച്ചും നല്ല സ്ട്രോങ് ആയിരിക്കണം. കുഴഞ്ഞു കിടക്കരുത്. കുഴഞ്ഞു കിടന്നാൽ ഈ സ്റ്റിച്ചിന് ഒരു ഭംഗി ഉണ്ടാവില്ല. മാത്രമല്ല കടായി സ്റ്റിച്ചിൻ്റെ ഭംഗി ഇരിക്കുന്നത് ആ സ്ട്രെയിറ്റ് സ്റ്റിച്ചിലാണ് കേട്ടോ. എത്ര കണ്ട് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റും. അതായത് നമ്മൾ തുണി നന്നായി മുറുകിയിരിക്കണം നമ്മുടെ ഫ്രെയിമിൽ, അല്ലെങ്കിൽ ഈ സ്റ്റിച്ച് ഭംഗിയാക്കാൻ പറ്റില്ല എന്ന് കേട്ടോ. ഇത് നമ്മൾ ചെയ്യണത് ആദ്യത്തെ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ സൂചി എടുത്താൽ അടുത്തതിൻ്റെ അടിയിൽ കൂടെ, പിന്നെ വീണ്ടും മുകളിൽ കൂടെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരണത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ വരയ്ക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ മാറ്റിയെടുക്കാം. ഓരോ റൗണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞാലും സൂചി കൊണ്ട് നമ്മൾ തട്ടി അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പതുക്കെ ചെയ്യുന്നത്. നമുക്ക് ഒരു 5 മിനിറ്റ് വേണ്ട ഈ ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കാൻ. അത്ര പെട്ടെന്ന് നമുക്കത് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം മനസ്സിലായോ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണത് എന്ന്? അപ്പപ്പ തട്ടി കൊടുക്കണം കേട്ടോ. അവസാനം തട്ടി കൊടുക്കാൻ നിന്നാൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ.
സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചിട്ട് എടുക്കരുത്. നോർമലായിട്ട് സ്റ്റിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടിട്ട് എടുത്താൽ മതി കേട്ടോ. ഓണത്തിന് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ അറ്റത്ത് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ബാക്കി വരും. അത് വേണമെങ്കിൽ ചുറ്റാം, ചുറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സുഹൃത്തുക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഏറ്റവും ലോങ്ങായ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ അറ്റത്ത് വരെ ചെയ്യണമെന്നില്ല. ഭാഗം അവസാനിച്ച് കഴിഞ്ഞാൽ അവിടെ ഫിനിഷ് ചെയ്യാം. വേണമെങ്കിൽ അറ്റം വരെ കൊണ്ടുപോവുകയും ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും കൊണ്ടുപോകാതെ ഇങ്ങനൊരു ഡിസൈൻ ചെയ്യുകയാണ്. അവിടെ സൂചി കുത്തിയിട്ട് താഴത്തേക്ക് കുത്തിയിട്ട് അവസാനിപ്പിക്കുകയാണേ. ഇത് നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിൽ സൂപ്പറായിരിക്കും ഈ ഡിസൈൻ ചെയ്താൽ. ചുരിദാറിൽ ബാക്കിയുള്ള ഡ്രസ്സിലൊക്കെ ചെയ്യുന്നതിന് ഒപ്പം തന്നെ കുട്ടികളുടെ ഫ്രോക്കിലും ഒരു 2-3 ഫ്ലവറൊക്കെ ആയിട്ട് ഇത് ചെയ്താൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നടുവിൽ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പുതിയൊരു ഡിസൈനാണ്. എല്ലാവരും ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.